ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂലി വർക്ക് മെയിൻസ് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 061-2024 ആണ്. ഇഷ്യൂ നടന്നത് മെയ് മാസം 20-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാതെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്ന് അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാം. വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്കും LGS പരീക്ഷയ്ക്കും ഒക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 3030 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 15. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. 3030 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 15 നമ്മുടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഹരണം പിന്നെ കൂട്ടുക. അപ്പൊ 3030 15 എങ്ങനെയാ വെട്ടുക? 3030 ബൈ 15 എഴുതിക്കോ. നോക്കിക്കേ, 15 ഗുണം 1 15, 15 ഗുണം 2 30. ഒരു 3 നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. 3 ചെറുതല്ലേ, അപ്പൊ നമ്മൾ ഒരു 0 കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ 30, 15 ഗുണം 2 30, 202 എന്ന് കിട്ടി. 202നോടൊപ്പം 15 കൂട്ടിക്കോ. 5ഉം 2ഉം 7, 1 2, 217 നമ്മുടെ ഉത്തരം. രണ്ട് സംഖ്യകളുടെ ലസാഗു 108 മുസാഖ 18, സംഖ്യകളിൽ ഒന്ന് 54 ആയാൽ മറ്റേ സംഖ്യ ഏത്? അപ്പൊ നമുക്കൊരു റൂൾ അറിയാം അല്ലെ? എന്താണ്? ലസാഗു LCM ഇൻറ്റു ഉസാഖ HCF എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സംഖ്യകളുടെയും പ്രോഡക്റ്റിന് തുല്യമാണ്, രണ്ടുപേരുടെയും ഗുണനഫലത്തിന് തുല്യമാണ്. രണ്ട് സംഖ്യകളാണ് x1ഉം x2. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. ലസാഗു 108 ആണ്, ഇൻറ്റു ഉസാഖ എത്രയാണ്? 18 ആണ്. ഒരു സംഖ്യ 54 ആണ്, മറ്റേ സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 54 നേരെ ഇങ്ങോട്ട് വിട്ടോ. 54നെ നമ്മൾ അങ്ങോട്ട് വിട്ടു കേട്ടോ. അപ്പം x2 കാണാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി, ആൻസർ കിട്ടും. 9 ഗുണം 6 ആണ് 54, 9 ഗുണം 2 ആണ് 18. വീണ്ടും വെട്ടാലോ. 3 ഗുണം 2 ആണ് 6, 3 ഗുണം 3 9, ശിഷ്ടം 1 18 എന്ന് വരും. 6 ഗുണം 3 18, 36 എന്ന് കിട്ടി. ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഉത്തരം എത്ര വന്നു? 36 എന്ന് കിട്ടി. കണ്ടോ? അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ, 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ എവിടെയാണോ പ്രോഡക്റ്റ് ചെറുത് കിട്ടുന്നത് ആ ഫ്രാക്ഷൻ ചെറുതായിട്ട് എടുക്കുക. 13 ഗുണം 7, 13 ഗുണം 7 എത്രയാ? 91. നമുക്ക് 91 കിട്ടി. 11 ഗുണം 8 എത്രയാ? 88. ഏതാ ചെറുത്? 88 ആണ് ചെറുത്. അതുകൊണ്ട് 8/13 ആണ് ചെറുത്. ഇത് നമ്മൾ വെട്ടി. ഇനി 8/13ഉം 2/3 കൂടെ നോക്കാലോ. 8 ഗുണം 3 എത്രയാണ്? 24. 13 ഗുണം 2 എത്രയാ? 26. ഏതാ ചെറുത്? 8/13 ആണ് ചെറുത്. 2/3 ഞാൻ അങ്ങോട്ട് വെട്ടി. ഇനി 8/13ഉം 5/8ഉം കൂടെ നമുക്ക് നോക്കാം. 8 8ഉം 64. ഇനി 13 ഗുണം 5 എത്രയാണ്? 5 ഗുണം 3 15, ശിഷ്ടം 1, 5 1 5 1 6, 65 എന്ന് കിട്ടി. ഏതാ ചെറുത്? 64 ആണ് ചെറുത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 8/13. കണ്ടോ? ഇതുപോലെ നമുക്ക് എന്താ ക്രോസ് ചെയ്ത് എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ എടുത്തെടുത്ത് എഴുതുന്നതുകൊണ്ട് 2-3 സ്റ്റെപ്പൊക്കെ ആയി തോന്നുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് വെട്ടി ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫൈൻ. ആൻസർ 8/13. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 5/6.625 എന്ന് പറയുന്നത് 0.7547 ആയാൽ 5/6625 എത്ര? സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, 5/6.625 എന്ന് പറയുന്നത് 0.7547 തുല്യമാണെന്നാണ് തന്നേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 5/6625 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? 1 2 3 സംഖ്യയുണ്ട്. അപ്പൊ നോക്കിക്കേ, എനിക്ക് ആ പോയിന്റ് കളഞ്ഞാൽ എന്ത് എഴുതാം? താഴെ 3 0 ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? പോയിന്റ് കളഞ്ഞ് എത്ര സംഖ്യയുണ്ടോ അത്രയും 0 താഴെ എഴുതണം. അത്രേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തലതിരിച്ച് എഴുതിക്കൂടെ? ഈ ഹരണം മാറ്റി ഗുണനമാക്കണമെങ്കിൽ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതാം. അപ്പൊ നോക്കിക്കോ, 5 ഗുണം ഈ ഹരണം ഞാൻ മാറ്റി ഗുണനമാക്കി. അപ്പൊ എന്ത് ചെയ്യണം? താഴെ കിടക്കുന്ന ഭിന്നസംഖ്യയെ നേരെ തിരിച്ചെഴുതാം. 1000/6625 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ അതെന്തിന് തുല്യമാണ്? 0.7547
തുല്യമാണ്. ശരിയല്ലേ? ഇനി ഈ 1000-നെ ഞാൻ നേരെ അപ്പുറത്തോട്ടൊന്ന് വിടുവാണേ. 1000-നെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തോട്ട് വിടാലോ. വിട്ടോ? അപ്പം 5 ഡിവൈഡഡ് ബൈ 6625 എന്ന് പറയുന്നത് 0.7547 ഡിവൈഡഡ് ബൈ 1000-ന് തുല്യമാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 5/6625 എന്തിന് തുല്യമാണെന്നാ ചോദിച്ചേക്കുന്നേ? ദേ ഇതിന് തുല്യമായിരിക്കും. ഇനി നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഓപ്ഷനിലെല്ലാം നോക്കിക്കേ, ഡെസിമൽ ആയിട്ടാ തന്നേക്കുന്നത്, ദശാംശ സംഖ്യയായിട്ടാ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഭിന്നസംഖ്യ എന്ത് ചെയ്യാം? ദശാംശ സംഖ്യയാക്കാം. താഴെ എത്ര 0? 3 0. താഴെ എത്ര 0 ഉണ്ടോ അത്രയും സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെയാണ് കുത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പൊ 1 2 3 നമ്പറും കൂടെ വിട്ടിട്ട് കുത്തിടുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 7547 അവിടെ എഴുതുക. അത് ഓൾറെഡി പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളാണ്, അതിനൊരു വ്യത്യാസവും വരില്ല. അത് കഴിഞ്ഞിട്ട് 1 2 3 സംഖ്യകൾ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക. കണ്ടോ? കാരണം എന്താ? താഴെ 3 0 വന്നോണ്ടാണ്. എവിടെയാണോ പോയിന്റ് കിടക്കുന്നത് ആ പോയിന്റിനെ 3 തവണ മാറ്റി എഴുതുക. അത്രേ ഉള്ളൂ. പോയിന്റിനെ ഞാൻ 3 തവണ അങ്ങോട്ട് മാറ്റി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 0.0007547 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ഉത്തരം നോക്കിക്കേ. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. 0.007007547. ഫൈൻ. 0 ഒന്നും മാറിപ്പോകരുത് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ ഈ പോയിന്റ് അങ്ങ് കളഞ്ഞിട്ട് എഴുതിക്കും. താഴെ എത്രയും സീറോസ് കൊടുക്കുക, എന്നിട്ട് എല്ലാ സീറോയും കൂടെ എണ്ണി നോക്കി എഴുതിയാലും മതി. അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രാക്ഷൻ കിടക്കുന്നത്. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സംഖ്യയുണ്ട്? 1 2 3 4. അപ്പൊ എനിക്ക് പോയിന്റ് കളഞ്ഞ് എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? താഴെ അത്രയും 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പോയിന്റിന് ശേഷം 4 സംഖ്യ. അപ്പൊ താഴെ എത്ര 0 വരണം? 4 0 വരണം. കണ്ടോ? ഞാൻ അതിനെ ഇങ്ങനെ എഴുതി. ഇനി മൊത്തം 0 എന്ന് എണ്ണിക്കേ. 1 2 3 4 5 6 7. 7 സംഖ്യകൾ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക. 1 2 3 4 5 6 7. 7 സംഖ്യകൾ വിട്ടിട്ട് നമുക്ക് കുത്തിട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം കിട്ടി. ഇതിനെ കളയാൻ വേണ്ടിയിട്ട് അത്രയും നമ്പേഴ്സ് എണ്ണുക, കുത്തിടുക. കണ്ടോ? അപ്പൊ മറ്റേ പോലെ എണ്ണുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി, ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കിക്കേ. സ്ക്വയർ റൂട്ട് ഓഫ് 136/64 എന്നാണ് തന്നേക്കുന്നേ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സംഖ്യകളെ ഒന്ന് ഓപ്പൺ ചെയ്തുകൂടെ? ബ്രാക്കറ്റ് ഒന്ന് വലുതാക്കാം. അപ്പൊ സാധാരണ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സാധാരണ ഭിന്നസംഖ്യയാക്കി അങ്ങ് മാറ്റാൻ പോവാ. 64 × 1 64. 64 + 36 എത്ര വരും? 6 4 10. ശിഷ്ടം 1 6 3 9 1 10. 100/64 എന്ന് കിട്ടി. 100/64നെയാണ് നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നത്? 136/64 എന്ന് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വർഗ്ഗമൂലം കണ്ടുപിടിച്ചൂടെ? ചെയ്തോ? 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10 ആണ്. ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് തന്നേക്കുന്നത് അതാണ് സ്ക്വയർ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 100 ഏത് സംഖ്യയുടെ വർഗ്ഗമാണ്? 10ന്റെ. 64 ഏത് സംഖ്യയുടെ വർഗ്ഗമാണ്? 8ന്റെ. കണ്ടോ? അപ്പൊ നമുക്ക് 10/8 എന്ന് കിട്ടി. ഇതിനെ വെട്ടി ചെറുതാക്കാലോ. 5 × 2 10. 4 × 2 8. 5/4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈ 5/4 എന്ന് പറയുന്നത് നമുക്ക് ചോദ്യത്തിൽ ഓപ്ഷനകത്ത് ഉണ്ടോ എന്നും കൂടെ നോക്കുക. ഓപ്ഷനിൽ നമുക്ക് 5/4 തന്നിട്ടില്ല, പക്ഷെ വേറൊരു ആൻസർ തന്നിട്ടുണ്ട്. എന്താണ്? ഈ 5നെ 4 ഹരിച്ചേ. 4 × 1 4 പോയിട്ട് ശിഷ്ടം 1. ഇതിനെ നമ്മൾ എങ്ങനെയാ മിശ്ര ഭിന്നസംഖ്യയാക്കി എഴുതുക? ആരെയാണോ ഹരിക്കുന്നത് അയാളെ താഴെ എഴുതി, മേളിൽ കിടക്കുന്ന ആളെ എടുത്ത് സൈഡിൽ എഴുതുക, ശിഷ്ടം കിട്ടിയ ആളെ എടുത്ത് മുകളിൽ എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 1/4 എന്ന് വന്നു. ഓപ്ഷൻസ് നോക്കാം. ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കുന്നേ. എങ്ങനെ ചെയ്യാം? മൊത്തം 9 സംഖ്യയാണുള്ളത്. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 70 ആണ്. അപ്പൊ 4 × 70 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 4 സംഖ്യകളുടെ തുക കിട്ടും. ശരാശരിയെ സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ അവരുടെ തുക കിട്ടും. പ്ലസ് അവസാനത്തെ 4 സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി എത്രയാ? 90 ആണ്.
അപ്പൊ അതിന്റെ നമുക്ക് എന്ത് കിട്ടും? തുക അവിടെ നിന്ന് കിട്ടും. ഇനി ഇവിടെ 4 പേര് വന്നു, 4 പേര് വന്നു. അഞ്ചാമത്തെ ആൾ എനിക്ക് അറിയില്ല, ഞാൻ അയാളെ എന്ത് ചെയ്തു? എക്സ് എന്ന് വിളിച്ചു. ശരിയല്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തേ? 70 ഗുണിച്ചപ്പോ 4 പേരുടെ തുക കിട്ടി, 90 ഗുണിച്ചപ്പോ അടുത്ത 4 പേരുടെ തുക കിട്ടി, എക്സും കൂടെ കൂട്ടി. എല്ലാവരുടെയും കൂടെ തുകയെ നമ്മൾ എന്ത് ചെയ്തു? മൊത്തത്തിൽ അങ്ങ് കൂട്ടി, തുക കൂട്ടി. അപ്പൊ സമ്മ കിട്ടി. ടോട്ടൽ നമ്പർ ഇവിടെ എത്രയാണ്? 9. സമ്മിനെ, തുകയെ അവരുടെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ശരാശരി കിട്ടും. 9 സംഖ്യകളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80 ആണ്. ഇത് സോൾവ് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും. ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 7 ഗുണം 4 എത്രയാണ്? 28. 280, ഒരു 0 ഉണ്ടല്ലോ, 280 പ്ലസ് 9 ഗുണം 4 എത്രയാ? 36, ഒരു 0 ഉണ്ട്, 0 ഇട്ട് കൊടുത്തു. പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഈ 9നെ ഇങ്ങോട്ട് വിടാലോ. അപ്പം 9 ഗുണം 8 72, ഒരു 0 ഉണ്ട്, അത് അവിടെ കിടന്നോട്ടെ. 280 360 കൂടെ കൂട്ടാം, 0. ഇനി 6 6 12, 12 2 14, ശിഷ്ടം 1, 3 2 5, 5 1 6, 640 പ്ലസ് എക്സ് എന്ന് കിട്ടി. അത് എത്രയ്ക്ക് സമമാണ്? 720 സമമാണ്. 640ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 720 കിട്ടും? അത് നോക്കിയാൽ പോരെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു 720 മൈനസ് 640 ചെയ്യുക. ഇവിടെ പ്ലസ് ആയി കിടന്നയാൾ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയിട്ട് പോകും. അപ്പോൾ 0 എന്ന് കിട്ടി, 12 4 പോയാൽ 8 എന്ന് കിട്ടി. ഇനി 6 6 പോയാൽ 0. അപ്പം നമുക്ക് എത്ര വന്നു? 80 എന്ന് വന്നു. കണ്ടോ? അപ്പം എക്സിന്റെ വില എത്രയാണ്? 80. മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ. എപ്പോഴും ശരാശരിയെ അവരുടെ സംഖ്യയുമായിട്ട് ഗുണിക്കാൻ മറന്നു പോകരുത്. എത്രയാണോ ശരാശരി അതിനെ അതിന്റെ ടോട്ടൽ നമ്പറുമായിട്ട് അങ്ങ് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. തുക കിട്ടിയാൽ വളരെ സിമ്പിൾ ആണ്. എന്താ, നമ്മൾ സാധാരണ ശരാശരി കാണുന്നത് എങ്ങനെയാ? എല്ലാവരെയും കൂടെ കൂട്ടുന്നു, ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുന്നു. ശരാശരി ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, 80 ആണ്. ടോട്ടൽ നമ്പറും നമുക്കറിയാം 9. അവിടെ നിന്ന് എന്ത് ചെയ്യാം? എക്സിന്റെ വില വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 100 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? വളരെ ഈസിയായ ഒരു ചോദ്യമാണ്. 600 രൂപയ്ക്ക് ആണ് വിറ്റത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വിറ്റ വിലയുണ്ട്. ഇനി എത്ര ശതമാനം ലാഭത്തിൽ വിറ്റു? 20% ലാഭത്തിലാണ് വിറ്റത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാങ്ങിയ വില കാണാനാണ് പറഞ്ഞേക്കുന്നേ. അപ്പൊ വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്യണം? എന്താണോ തന്നിരിക്കുന്നേ, വിറ്റ വിലയല്ലേ തന്നേക്കുന്നേ, അത് ആദ്യം എഴുതുക. ഇൻറ്റു, ഇനി വാങ്ങിയ വില കാണുമ്പോൾ എപ്പോഴും 100 മുകളിൽ വരും, അങ്ങനെ ഓർക്കണേ. വാങ്ങിയ വില കാണാൻ 100നെ മുകളിൽ എഴുതണം. വിറ്റ വിലയാണെങ്കിൽ 100നെ താഴെ എഴുതുക, അത്രേ ഉള്ളൂ. ശതമാനം അല്ലേ തന്നേക്കുന്നേ, ശതമാനത്തിന്റെ ആണ് ഈ 100 കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ 20%, 20/100 എന്നല്ലേ എഴുതുക. അതിന്റെ 100 എടുത്ത് നമ്മൾ മുകളിലോട്ട് എഴുതി. താഴെ 20 എന്നല്ല എഴുതേണ്ടത്. എത്ര ശതമാനമാണോ ലാഭം അതിനെ 100ന്റെ കൂടെ കൂട്ടി എഴുതണം. നഷ്ടം 100ൽ നിന്നും കുറച്ച് എഴുതണം, ലാഭം 100ന്റെ കൂടെ കൂട്ടി എഴുതണം. അപ്പൊ 100 + 20 120 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ എനിക്ക് എങ്ങനെയാ കിട്ടിയ? 120% ലാഭം ആയതുകൊണ്ട് ഞാൻ 120 എന്ന് എഴുതി. വാങ്ങിയ വില കാണുമ്പോൾ ഇത് തിരിഞ്ഞാ എഴുതണ്ടേ എന്നുള്ള കാര്യം മനസ്സിൽ ഓർമ്മ വരണം. ഇനി വെട്ടിക്കോ, 0യും 0യും പോയി. ഇനി 60 എത്രയാ? 6 × 10, 6 × 2. വീണ്ടും വെട്ടാലോ, 5 എന്ന് കിട്ടി. 5 × 100 500. കണ്ടോ? 500 രൂപയ്ക്കാണ് നമ്മൾ ആ സാധനം വാങ്ങിച്ചത്. ഫൈൻ. അടുത്ത ചോദ്യം. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുന്നുവെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 3 മണിക്കൂറിൽ എത്ര ദൂരം പോകുന്നുണ്ട്? 180 കിലോമീറ്റർ ദൂരമാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സ്പീഡ് എത്രയാ വരിക? 180/3. ദൂരത്തിനെ സമയവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് വേഗത കിട്ടും. സോ 180/3 എത്രയാണ്? 60 km/h ആണ് നമ്മുടെ കാറിന്റെ വേഗത. അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ഓടാൻ, അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദൂരം തന്നിട്ടുണ്ട് 110 കിലോമീറ്റർ. സ്പീഡ് അറിയാം, എത്രയാണ്? 60 km/h ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഓടാൻ എടുക്കുന്ന സമയം കാണാൻ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിനെ
സ്പീഡുമായിട്ട് ഹരിക്കുക. കണ്ടോ, ഡിസ്റ്റൻസ് എത്രയാണ്? 110. സ്പീഡ് എത്രയാണ്? 60. അപ്പൊ നമുക്ക് ദേ 110നെ 60മായിട്ട് ഹരിക്കാം. 0 വെട്ടിക്കളയണ്ട കേട്ടോ, അവിടെ കിടന്നോട്ടെ. അപ്പൊ 60 ഗുണം 1 60 പോയിട്ട് ശിഷ്ടം എത്ര വരിക? 50 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്കിതിനെ എന്ത് ചെയ്യാം? സാധാരണ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാലോ. അപ്പൊ മുകളിൽ കിടക്കുന്ന ആളെ എടുത്ത് സൈഡിൽ എഴുതി, സൈഡിൽ കിടക്കുന്ന ആളെ എടുത്ത് താഴെ എഴുതി, താഴെ കിടക്കുന്ന ആളെ എടുത്ത് മുകളിൽ എഴുതി. അപ്പൊ 150/60 മണിക്കൂറാണ് ടോട്ടൽ എടുക്കുന്ന സമയം. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം നോക്കിക്കേ. 1 മണിക്കൂറും 50/60, 60ൽ 50 എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ 1 മണിക്കൂറും 50 മിനിറ്റുമാണ് നമ്മൾ യാത്രക്ക് എടുക്കുന്ന സമയം. കണ്ടോ, അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. നോക്കിക്കേ, സ്ക്വയർ റൂട്ട് ഓഫ് 3, 2, 4, 9 എന്ന് പറയുന്നത് 57 ആണെങ്കിൽ 3, 2, 4, 9 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 32.49 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 324900 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.3249 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇതിന്റെ ഡെസിമലിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3249 എന്ന് പറഞ്ഞാൽ 57 പ്ലസ് 32.49. നമുക്കറിയാം 3249ന്റെ സ്ക്വയർ റൂട്ട് 57 ആണെങ്കിൽ 32.49ന്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 5.7 ആയിരിക്കും. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ നമ്മുടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ അതിന്റെ നേർ പകുതി നമ്പർ എടുക്കുക, കുത്തിട്ട് കൊടുക്കുക. ഇവിടെ 2 സംഖ്യയല്ലേ, ഒരു സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ 100 ഗുണിക്കുക ചെയ്തേ അല്ലെ. അപ്പൊ 3, 2, 4, 9ന്റെ വർഗ്ഗമൂലം എത്രയാ? 57 ഇൻറ്റു ഇവിടെ ഒരു 100 കൂടെ ഉണ്ട്, 100 ഗുണിച്ച് 100ന്റെ വർഗ്ഗമൂലം എത്രയാ? 10. കണ്ടോ, അപ്പൊ ഞാൻ 10 ഗുണിക്കണം. 57 പ്ലസ് 5.7 പ്ലസ് 57 ഇൻറ്റു 10 എത്രയാ? 570 എന്ന് കിട്ടി. മൈനസ് ഇവിടെ നോക്കിക്കേ, പോയിന്റിന് ശേഷം 1, 2, 3, 4 സംഖ്യയുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ 2 സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കണം. അപ്പൊ 57 2 സംഖ്യ വിട്ടിട്ട് എന്ത് ചെയ്തു? ഇതേ കുത്തിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ചെയ്യാലോ. അപ്പൊ 57 പ്ലസ് 5.7 പ്ലസ് 570 പ്ലസ് മൈനസ് 0.57. അപ്പൊ ഏതായാലോ ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതിക്കോ, 570. അടുത്തത് 57 എഴുതി. അടുത്തത് 5.7. അപ്പൊ പോയിന്റ് എപ്പോഴും അപ്പുറത്ത് വരണേ, 5.7. അടുത്തതോ എന്താണ്? മൈനസ്. അപ്പൊ നമുക്ക് ആദ്യം ഇവരെ കൂട്ടാം, എന്നിട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ ദേ പോയിന്റിന് ശേഷം സംഖ്യ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, ഒരു നിർബന്ധവും ഇല്ല. ഇനി 7 5 എത്രയാണ്? 7 3 10 പ്ലസ് ഒരു 2 കൂടെ വരും അല്ലെ. അപ്പൊ 12. ശിഷ്ടം 1. 7 5 12. ശിഷ്ടം 1 13. 5 1 6. അപ്പൊ 632.7 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പോയിന്റ് ഇറക്കി എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ 632.7 എന്ന് കിട്ടി. ഇനി 632.7 നിന്നും എന്ത് കുറയ്ക്കണം? 0.57 കുറയ്ക്കണം. കുറയ്ക്കാലോ. ഇതേ നമ്പർ ഇല്ലാത്തടത്ത് 0 ഇട്ട് കൊടുത്തു. 10ന് 7 പോയാൽ എത്രയാ? 3. ഇവിടെ 6. 6ന് 5 പോയാൽ 1 2 3 6. 632.13 ആണ് നമ്മുടെ ഉത്തരം. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 എണ്ണം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തുകയും തന്നിട്ടുണ്ട്. ശരിയല്ലേ? 50 രൂപയ്ക്ക് എത്ര ഓറഞ്ച് വാങ്ങിച്ചു? 10 ഓറഞ്ച് വാങ്ങിച്ചു. എന്നിട്ട് 8 ഓറഞ്ച് വീതം വിറ്റാൽ അതേ വിലക്കാണ് വിറ്റത് കേട്ടോ. അപ്പൊ 50 രൂപയ്ക്ക് തന്നെ വിറ്റു. എത്ര എണ്ണം വിറ്റു? 8 എണ്ണം വിറ്റു. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര? ഇതുപോലെ 2 നമ്പറും 2 തുകയും മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അവരെ തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പൊ 10 ഗുണം 50 500, 8 ഗുണം 50 400. കണ്ടോ? ഇനി ചോദ്യത്തിൽ ലാഭശതമാനമാണോ നഷ്ടശതമാനമാണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ ഇപ്പൊ ലാഭമല്ലേ, നമുക്കൊരു സാധനം വിൽക്കുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില കൂടുതലായിരിക്കണ്ടേ. അപ്പൊ ഇതിൽ ഏതാണോ വലുത് അതിനെ എന്തായിട്ട് എടുക്കുക? വിറ്റ വിലയായിട്ട് എടുക്കുക. ഏതാണോ ചെറുത് അതിനെ എന്തായിട്ട് എടുക്കുക? വാങ്ങിയ വിലയായിട്ട് എടുക്കുക. SP സെല്ലിംഗ് പ്രൈസ്, CP കോസ്റ്റ് പ്രൈസ്. മനസ്സിലായോ? ലാഭശതമാനം എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ വലുതിനെ വിറ്റ വിലയായിട്ട് എടുക്കുക. നഷ്ടശതമാനം എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിലോ ചെറുതിനെ എന്തായിട്ട് എടുക്കുക? നമ്മുടെ വിറ്റ വിലയായിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ലോജിക് ഒന്ന് ഉപയോഗിക്കുക. ഫൈൻ. ഇനി എന്ത് ചെയ്യാം? ദേ വാങ്ങിയ വിലയും അറിയാം, വിറ്റ വിലയും അറിയാം. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ ലാഭശതമാനം കണ്ടുപിടിക്കുക.
അപ്പൊ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എത്രയാ? 400 ഇൻറ്റു 100 ചെയ്താൽ മതി. ലാഭം എത്രയാ? ലാഭം എന്ന് പറഞ്ഞാൽ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക. 500 മൈനസ് 400 100. അപ്പൊ നമ്മുടെ ലാഭം ഇവിടെ എത്രയാണ്? 100 രൂപയാണ് കേട്ടോ. അപ്പൊ 100/400 ഗുണം 100 ചെയ്താൽ മതി. 0യും 0യും വെട്ടിപ്പോയി. ഇനി 4ഉം 100ഉം കൂടെ വെട്ടാലോ? 25 എന്ന് കിട്ടി. അപ്പൊ എത്ര ശതമാനം ലാഭം? 25% ലാഭം. കണ്ടോ? മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ് പോയി കാണണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അടുത്ത ചോദ്യം. അപ്പൊ അടുത്തത് നമ്മുടെ ബോർഡ് മാസ് റൂളിനെ ബേസ് ചെയ്തൊരു ചോദ്യമായിരുന്നു കേട്ടോ. അപ്പൊ നോക്കിക്കേ, 14ഉം 2ഉം കൂടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാം. 14നെയും 2നെയും കൂടെ ഹരിച്ചാൽ എത്ര വരും? 7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 7 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, -7 ഗുണം -2. 2 മൈനസുകാരെ ഒരുമിച്ച് ഗുണിച്ചാൽ പ്ലസ് ആയിരിക്കും. അപ്പൊ 7 ഗുണം 2 എത്രയാ? 14 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതി കൊടുക്കാം? +14 എന്ന് എഴുതി കൊടുക്കാം. ഞാൻ +14 എന്ന് എഴുതി. അടുത്തത് 5 ഗുണം -3 എത്രയാണ്? 5 ഗുണം -3 -15. കാരണം എന്താ? ഒരാൾ പ്ലസും ഒരാൾ മൈനസും വന്നാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ -15 എന്ന് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാലോ. അപ്പൊ ദേ മൈനസുകാരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുക, പ്ലസ്സുകാരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഫൈനലി കുറയ്ക്കുക. ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 15ഉം 5ഉം എത്രയാ? 20. 20ഉം 7ഉം എത്രയാ? 27. അപ്പൊ -27 എന്ന് കിട്ടി. അടുത്തത് 14ഉം 13ഉം 7ഉം കൂടെ കൂട്ടാലോ. അപ്പൊ 14ഉം 7ഉം എത്രയാ? 21. 21ഉം 10ഉം 31. 31ഉം 3ഉം 34 എന്ന് കിട്ടി. കണ്ടോ? 34. അതിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. കാരണം എന്താ? പ്ലസ്സുകാരെ എല്ലാം കൂട്ടിയാൽ ഉത്തരം പ്ലസ് ആയിരിക്കും, മൈനസുകാരെ എല്ലാം കൂട്ടിയാൽ ഉത്തരം മൈനസ് ആയിരിക്കും. ഒരാൾ പ്ലസും ഒരാൾ മൈനസും വന്നാൽ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ സൈൻ എഴുതി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 34ൽ നിന്ന് 27 കുറയ്ക്കാം. 34ൽ നിന്ന് 27 കുറച്ചാൽ എത്ര? +7 എന്ന് വരും. കാരണം എന്താ? വലിയ സംഖ്യ പോസിറ്റീവ് ആണ്, ഉത്തരവും പോസിറ്റീവ് ആയിരിക്കും. സോ +7 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. അടുത്ത് നോക്കിക്കേ, മിസ്സിംഗ് നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. 4 7 ആവാൻ എന്ത് ചെയ്താൽ മതി? 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7 ആവും. 7നെ 12 ആക്കാൻ എന്ത് ചെയ്യണം? 7ന്റെ കൂടെ ഒരു 5 കൂട്ടിയാൽ മതി അല്ലേ? 7ഉം 5ഉം 12 ആണ്. അടുത്ത 12നെ 19 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 7 കൂട്ടിയാൽ മതി. അപ്പം എത്രയാണ്? 7ഉം 2ഉം 9, 19 എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, 3 5 7 എന്നാ പോകുന്നത്. അപ്പൊ അടുത്തത് ഏതായിരിക്കണം? 9 കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടണം. നോക്കിയാലോ, 19 9 എത്രയാ? 9 9ഉം 18, ശിഷ്ടം 1 1 1ഉം 2. അപ്പൊ 28 എന്നൊരു ആൻസർ നമുക്ക് കിട്ടിയേ. ഇനി 28ന്റെ കൂടെ എത്ര കൂട്ടണം? 11 കൂട്ടിയാൽ എന്ത് കിട്ടുന്നുണ്ടോ? 39 കിട്ടുന്നുണ്ടോ നോക്കുക. 8 1 9 2 1 3 ഇതാ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 28. കണ്ടോ? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഇതൊരു ഇമേജ് ചോദ്യമായിരുന്നു കേട്ടോ. നോക്കിക്കേ, 4ന്റെ ഓപ്പോസിറ്റ് 64. 4ഉം 64ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 4ന്റെ ക്യൂബാണ് 64, ശരിയല്ലേ? അടുത്തത് 2ഉം 8ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 2ന്റെ ക്യൂബാണ് 8. ഇപ്പൊ നമുക്ക് ഏകദേശം ധാരണയായി. 1 1ഉം 1ന്റെ ക്യൂബ് എത്രയാ? 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 3ന്റെ ക്യൂബ് എത്രയാണ്? 27. നമ്മുടെ ഉത്തരം എത്ര വന്നു? 27. അടുത്ത ചോദ്യം. സമാനമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ വ്യത്യാസം എടുത്തോ കൂട്ടിയോ നോക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് അവിടെ നിന്ന് കിട്ടും. 2നെ 5 ആക്കാൻ എന്ത് ചെയ്യാം? +3 ചെയ്താൽ മതി. 5നെ 8 ആക്കാനും +3, 8നെ 11 ആക്കാനും +3. അപ്പൊ അത് ശരിയാ. ഇനി 3നെ 7 ആക്കാൻ +4 ചെയ്യണം. 7നെ 11 ആക്കാനും +4 ചെയ്യുക. 11നെ 15 ആക്കാനും +4 ചെയ്യുക. അപ്പൊ അതും ശരിയാണ്. ഇനി 4ന്റെ കൂടെ 5 കൂട്ടിയാൽ 9, 9ന്റെ കൂടെ 5 കൂട്ടിയാൽ 14, 14ന്റെ കൂടെ 5 കൂട്ടിയാൽ 19. അടുത്തതോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ ലാസ്റ്റ് 1 ആയിരിക്കും. ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, എന്തായാലും ചെയ്യാം. 5ഉം 6ഉം 11 ആണ്. 11ഉം 6ഉം 17 ആണ്. പക്ഷേ 17ഉം 6ഉം എത്ര വരണം? 23 വരണം. നമുക്ക് എത്രയാ തന്നേക്കുന്നേ? 22 തന്നേക്കുന്നേ കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. രേഖ, കോൺ, ബിന്ദു, ത്രികോണം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ബിന്ദു ആണ് അല്ലെ. നമ്മളൊരു പോയിന്റിൽ നിന്നാണ് എല്ലാം വരയ്ക്കുന്നത്. അപ്പൊ ബിന്ദു ആണ് ആദ്യം വരേണ്ടത്. അതുകൊണ്ട് 3ൽ തുടങ്ങുന്ന ഓപ്ഷനുകൾ മാത്രം നോക്കിയാൽ മതി. കാരണം മൂന്നാമത്തെ ആളാണല്ലോ ബിന്ദു. അടുത്ത നോക്കിക്കേ, ബിന്ദുവിന് ശേഷം ആര് വരും? ഒരു രേഖ വരും അല്ലെ. ബിന്ദുവിന് ശേഷം രേഖ വരും. രേഖ എന്ന് പറഞ്ഞാൽ എന്താ? വര വരും. കാരണം രേഖ വരുമോ കോൺ വരുമോ എന്നപ്പോ ചോദിക്കാം. പക്ഷെ കോൺ വരണമെങ്കിൽ അവിടെ 2 വരകൾ ചേർന്നാലേ എന്ത് കിട്ടുള്ളൂ? ഒരു ആംഗിൾ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ വരകൾ അവിടെ എന്താണെങ്കിലും വരണം. അപ്പൊ രണ്ടാമത്തെ ആൾ ആരാണ്? രേഖയാണ്. 3, 1 എന്ന് കിട്ടി. 3, 1 എന്നുള്ള ഒരു ഓപ്ഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. അടുത്തത് രേഖയ്ക്ക് ശേഷം അപ്പൊ ആര് വരും? കോൺ വരും. കോൺ എത്രയാണ്? 2. അപ്പൊ നമ്മൾ 2 എന്ന് എഴുതി കൊടുത്തു. കോണിന് ശേഷം ആരായിരിക്കും വരിക? ത്രികോണം വരും അല്ലെ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആദ്യം ബിന്ദു, പിന്നെ രേഖ, പിന്നെ കോൺ, പിന്നെ ത്രികോണം. ഫൈൻ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ആര് എന്നാ ചോദിച്ചിരിക്കുന്നത്. 31, 41, 51, 61. എല്ലാ കൂട്ടത്തിൽ പെടാത്ത എല്ലാവരും പ്രൈം നമ്പേഴ്സ് ആണ്, ഒരാൾ ഒഴികെ. 51 കേട്ടോ. 51, 5, 1, 6 എന്നാ കിട്ടുക. അപ്പൊ 6 എന്ന് പറയുന്നത് 3ഉമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് അല്ലെ. അപ്പൊ 3ഉമായിട്ട് നമുക്കൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്പേഴ്സ് തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ 51 എന്ന് പറയുമ്പോൾ 5, 1, 6 എന്നാ കിട്ടുന്നത്. എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഖ്യയെ 3ഉമായിട്ട് ഹരിക്കാം. ബാക്കി എല്ലാവരും നമ്മുടെ അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. സോ ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി, 51. അടുത്ത ചോദ്യം, നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പൊ നോക്കിക്കേ, മകനും അച്ഛനും നമ്മൾ 2 പേരെ എഴുതിയിട്ടുണ്ട്. ഇനി നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രായമായിരുന്നു. മകൻ ജനിച്ചപ്പോൾ മകൻ എത്ര വയസ്സ്? 0 വയസ്സ്. അച്ഛന് ഞാൻ X വയസ്സെന്ന് വിളിച്ചു. ഇനി ഇപ്പം മകൻ എത്ര വയസ്സുണ്ട്? അച്ഛൻ്റെ അതേ പ്രായമായിരിക്കണ്ടേ. അപ്പൊ X എന്ന് തന്നെ കൊടുത്തു. അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അച്ഛൻ ഇപ്പൊ 50 വയസ്സുണ്ട്. നമ്മളോട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, മകൻ ജനിച്ചപ്പം അച്ഛൻ എത്ര വയസ്സുണ്ടായിരുന്നോ ആ വയസ്സാണ് മകൻ ഇപ്പോഴുള്ളത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പം ചെയ്യാൻ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ നോക്കി. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 27. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, 18 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അച്ഛന് 18 വയസ്സായിരുന്നെങ്കിൽ, ഓക്കെ, അച്ഛന് 18 വയസ്സായിരുന്നെങ്കിൽ 18നെ 50 ആക്കാൻ എത്ര വർഷം വേണം? 18ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 കിട്ടുമോ നോക്കിയാൽ പോരെ. അപ്പം എത്രയാ വരിക? 2 എന്ന് വന്നു, പിന്നെ 3, 32 കൂട്ടിയാൽ മതി. 8ഉം 2ഉം 10, 3, 1, 4, 1, 5. അപ്പൊ 32 വർഷം കഴിഞ്ഞ് കാണും. 32 വർഷം കഴിയുമ്പോഴേ അച്ഛന് എത്ര വയസ്സാവുള്ളൂ? 50 വയസ്സാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ മകനും 32 വയസ്സ് കൂടണ്ടേ? അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടണം? 32 എന്ന് കിട്ടണം. എക്സ് പക്ഷെ ഞാനിവിടെ 18 എന്നല്ലേ കൊടുത്തേ. ഇവിടെ 18 എന്ന് കൊടുത്താൽ ഇവിടെയും എനിക്ക് എന്ത് കിട്ടണം? 18 തന്നെ ഉത്തരം കിട്ടണം. കാരണം എക്സ് എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണ്, അതിന് വ്യത്യാസം വരാൻ പാടില്ല. അതുകൊണ്ട് 18 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് തന്നേക്കുന്നത് 20 ആണ്. അപ്പൊ 20 ഇട്ട് കൊടുത്തോ. എക്സിന് ഞാൻ 20 എന്ന് ഇട്ട് കൊടുത്തു. 20നെ 50 ആക്കാൻ എത്ര വർഷം വേണം? 30 വർഷം വേണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 30 വർഷം കൂടണം. അപ്പൊ എക്സിന്റെ വില എത്ര വന്നു? 30 എന്ന് കിട്ടി. 0യോടൊപ്പം 30 കൂട്ടിയാൽ 30. അപ്പൊ ഇവിടെ 20ഉം ഇവിടെ 30ഉം രണ്ടും ടാലി ആയോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അതും എടുക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. 25. എക്സിന് ഞാൻ 25 എന്ന് വിളിച്ചു. 25നെ 50 ആക്കാൻ എത്ര വർഷം വേണം? 25 വർഷം വേണം. ശരിയല്ലേ? 25 + 25 ആണ് 50. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ 25 കൂട്ടണ്ടേ? 0 + 25 എത്ര വന്നു? 25 എന്ന് വന്നു. കണ്ടോ? എക്സിന്റെ വില ഇവിടെയും 25 ആണ്, ഇവിടെയും 25 ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏത് വന്നു? 25. കണ്ടോ? ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പൊ ദേ ഇതാണ് വീട്. വീട്ടിൽ നിന്ന് എത്ര ദൂരം പോയി? 50 മീറ്റർ കിഴക്കോട്ടാണ് പോകുന്നത് അങ്ങോട്ട്.
ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്നു. ഇടതെങ്ങോട്ടാ? മുകളിലോട്ട്, വലത് താഴോട്ട്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം പോയി? 70 മീറ്റർ നടന്നു. അപ്പൊ ഞാൻ 70 മാർക്ക് ചെയ്തു. അടുത്തത് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. അത് വലത്, ഇത് ഇടത്. അപ്പൊ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര തന്നെ നടന്നു? 50 തന്നെ നടന്നു കേട്ടോ. അപ്പൊ ഇത് 50 ആണെങ്കിൽ അത്ര ദൂരം തന്നെയാണ് നടക്കുന്നത്. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്നു. വലത് എങ്ങോട്ടാ? നമ്മളിപ്പോ അങ്ങോട്ട് ഫേസ് ചെയ്താ നിൽക്കുന്നത്, വലത് മുകളിലോട്ടായിരിക്കും. അപ്പൊ വലത്തോട്ട് 60 മീറ്റർ അയാള് നടന്നു. എന്നിട്ട് ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ഇനി എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഇതല്ലേ വീട്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരമുണ്ട്? 70. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരമുണ്ട്? 60. രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. അപ്പൊ 60 70 എത്രയാണ്? 130 മീറ്റർ. ഇവിടെ ഉത്തരം എത്ര വന്നു? ഓപ്ഷൻ എ 130 മീറ്റർ. കണ്ടോ? അടുത്ത ചോദ്യം നോക്കിക്കേ. -1/5 പ്ലസ് -1/101 പ്ലസ് -1/200 പ്ലസ് -1/702 എന്നാണ് ചോദിച്ചേക്കുന്നത്. മൈനസ് ഉള്ള ഏത് സംഖ്യയുടെയും പവർ ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ -1ന്റെ പവർ എത്രയാണ്? 5. ഒറ്റ സംഖ്യയല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. ഒന്നിനെ എത്ര തവണ ഗുണിച്ചാലും നമ്മുടെ ഉത്തരം 1 തന്നെയായിരിക്കും. പ്ലസ് ഇവിടെ 101 വീണ്ടും ഒറ്റ സംഖ്യയല്ലേ. ഒറ്റ സംഖ്യ വന്നാൽ മൈനസ് വരും. -1 തന്നെ കിട്ടി. പ്ലസ് -1/200 എന്ന് പറയുന്ന ഇരട്ട സംഖ്യ വന്നാൽ മൈനസ് അങ്ങോട്ട് പോകും കേട്ടോ. നെഗറ്റീവ് ഉള്ള ഏത് സംഖ്യ ആയിക്കോട്ടെ അതിന്റെ പവർ നോക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിനകത്ത് മൈനസ് വരും. ഇരട്ട സംഖ്യയാണ് പവർ എങ്കിലോ നമ്മുടെ ഉത്തരത്തിനകത്ത് പ്ലസ് വരും. മൈനസ് അങ്ങ് പോകും. അപ്പൊ ഇവിടെ മൈനസ് പോയി, നമുക്ക് ആൻസർ +1 എന്ന് കിട്ടി. ഇവിടെ അതുപോലെ തന്നെ വരുമല്ലോ. 702 ഇരട്ട സംഖ്യ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? +1 എന്ന് വന്നു. ഫൈൻ. ഇനി +1ഉം +1ഉം എത്രയാണ്? +2. -1ഉം -1ഉം എത്രയാണ്? -2. -2ഉം +2ഉം കൂടെ കൂട്ടിയാൽ 0 എന്ന് കിട്ടി. ആൻസർ 0. റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. അതിന് മുന്നേ കുറേ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 61ൽ എത്ര 6ൽ ഒന്നുകളുണ്ട്? 6ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/6. 61ൽ എത്ര 1/6 ഉണ്ടെന്ന് കാണാൻ 61നെ 1/6ഉമായിട്ട് ഹരിക്കാം. ഈ 1/6ന്റെ ഹരണം മാറ്റി ഞാൻ ഗുണനമാക്കിയാൽ എന്ത് സംഭവിക്കും? 1/6 എന്നുള്ളത് 6/1 ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹരണം മാറ്റി ഗുണനമാക്കി. അപ്പം 61 ഗുണം 6 ചെയ്യുക. അപ്പൊ 6 1 6 6 36 366 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്ര 6ൽ ഒന്നുകളുണ്ട് അതിന്റെ ഉള്ളിലുള്ളൊരു സാധനമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഹരിക്കുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ 61/1/6നെ നമ്മൾ തിരിച്ചിടുമ്പോൾ എന്ത് പറ്റും? 61 ഗുണം 6/1 എന്നായിട്ട് മാറും. 1/6 എന്തായിട്ട് മാറും? 6/1 ആയിട്ട് മാറും. ഇനി അത് ഗുണിച്ചാൽ മതി, നമ്മുടെ ആൻസർ കിട്ടി. കണ്ടോ? അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ എ 366. ഫൈൻ. അപ്പൊ എല്ലാ ചോദ്യങ്ങളും എളുപ്പമായിരുന്നു കേട്ടോ. മെയിൻസ് ലെവലിൽ നടത്തിയൊരു പരീക്ഷ ആയിരുന്നെങ്കിലും ചോദ്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം എന്താണെങ്കിലും എക്സാം എഴുതിയ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.